നമസ്സർവേഭ്യോ. അദ്യതന ഛന്ദഃ ഉപേന്ദ്രവജ്ര ഛന്ദഃ. ഉപേന്ദ്രവജ്ര ഛന്ദസ്സിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ പഠനം. ആദ്യമായിട്ട് ലക്ഷണം. ഉപേന്ദ്രവജ്ര ജദജ സ്തദോ ഗൗ. ജ ത ജ എന്ന് പറഞ്ഞാൽ ജഗണം, തഗണം, പിന്നെ വീണ്ടും ജഗണം, പിന്നെ സ്തദോ എന്ന് കണ്ടതുകൊണ്ട് തഗണം കൂടി അവിടെ ഉണ്ട് എന്ന് വിചാരിക്കരുത്. അവിടെ ആ തഗണം ഇല്ല, സ്തദോ എന്ന് പറയുന്ന അവിടെ ഇല്ല, ഗണമില്ല. പിന്നെ ഗൗ, രണ്ട് ഗുരുക്കൾ. അപ്പം നമുക്ക് ആദ്യത്തെ ഉദാഹരണത്തിലേക്ക് പോകാം. ഈ ലക്ഷണത്തിൽ തന്നെ ഗുരു ലഘുക്കളെയാണ് ആദ്യം ഞാൻ തിരിക്കുന്നത്. ഉപേന്ദ്രവജ്ര ജദജ സ്തദോ ഗൗ. ഉപേന്ദ്ര, ഇതാണ് ആദ്യത്തെ 3 വർണ്ണങ്ങൾ. അത് മധ്യ ഗുരുവായിട്ട് വന്നതുകൊണ്ട് ജഗണം. ആ ഗുരുവായിട്ട് വരാനുള്ള കാരണം എല്ലാം അവിടെ ആ വർണ്ണങ്ങളിൽ ഉണ്ട്. പിന്നെ രണ്ടാമത്തെയാണ് വജ്ര ജ, അന്ത്യലഘു അല്ലെ. അന്ത്യലഘു തഗണാണ്. അപ്പോൾ ജഗണമായി, തഗണായി, ഇനി ഒരു ജഗണം കൂടി ഉണ്ടാവണം. ത ജ സ്ത, അവിടെ മധ്യഗുരു വന്നു, അതുകൊണ്ട് വീണ്ടും ജഗണം. പിന്നെ അവസാനം ഗൗ എന്നവിടെ 2 ഗുരുക്കൾ. അങ്ങനെ നോക്കുമ്പോൾ ലക്ഷണം, ഈ ഉപേന്ദ്രവജ്ര ഛന്ദസ്സിന്റെ ലക്ഷണം കറക്റ്റായി. ഓക്കെ, ഇനി രണ്ടാമത്തെ ഉദാഹരണം ഒന്ന് നമുക്ക് നോക്കാം. അധപ്രജാന മധിപ പ്രഭാതേ, രഘുവംശത്തിലെ ഒരു പങ്ക്തിയാണ്. ജ ത ജ 2 ഗുരു ഉപേന്ദ്രവജ്ര വൃത്തത്തിലാണ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് അക്ഷരങ്ങളുടെ നിയമങ്ങൾ വീണ്ടും ഞാൻ പറയുന്നില്ല. പിന്നെ മൂന്നാമതായിട്ട് ഉള്ള ഉദാഹരണം ആ ശ്ലോകത്തിൽ ഞാൻ തന്നിട്ടുണ്ട്. ആ 4 ലൈനിലും ഉപേന്ദ്രവജ്ര തന്നെയാണ് വന്നിരിക്കുന്നത്. ഗുരു ലഘുക്കളെ അടയാളപ്പെടുത്തിയിട്ടില്ല. അതൊന്ന് സ്വയം ഒന്ന് ചെയ്ത് നോക്കുക. നമുക്ക് ആ ശ്ലോകം ഒന്ന് വായിക്കാം. ത്വമേവ മാതാ ച പിതാ ത്വമേവ, ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ, ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ, ത്വമേവ സർവം മമ ദേവ ദേവ. ത്വ എന്നത് ആദ്യം തന്നെ സംയുക്താക്ഷരമാണ് വരുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും, അവിടെ ആദ്യം തന്നെ ഗുരു വരുമോ അല്ലേ? ഡൗട്ട് വരും. ഇവിടെ ആദ്യത്തെ, അതായത് ഒരു വാക്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ശ്ലോകത്തിൻ്റെ തുടക്കത്തിൽ സംയുക്താക്ഷരത്തിലാണ് തുടങ്ങുന്നത് എങ്കിൽ ഇവിടെ നോക്കൂ, ത്വ എന്നതിലെ അവസാനത്തെ അക്ഷരം ആ ആണ്. ആ ഹ്രസ്വ അക്ഷരത്തിനെ മാത്രം നമ്മൾ ലഘുവായി ചിത്രീകരിച്ചുകൊണ്ട് ഇവിടെ ലഘു നമുക്ക് കൊടുക്കാം. ത്വ എന്നതിലെ ത് വ, അതിന് മുന്നേ വേറെ അക്ഷരങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്കവിടെ ആ ഒരു പ്രശ്നം വരുന്നില്ല. ഇവിടെ ത്വ എന്നതിലെ അകാരം ഹ്രസ്വമായത് കൊണ്ട് ലഘു. പിന്നെ മേ ദീർഘമാണ് അല്ലേ, അതുകൊണ്ട് ഗുരു. വ ഹ്രസ്വമാണ്, ലഘു. മാ താ ച, മാ താ 2 അക്ഷരങ്ങളും ദീർഘമാണ്, അതുകൊണ്ട് ഗുരുക്കൾ. ച ഹ്രസ്വമാണ്, ലഘു. അപ്പോൾ അന്ത്യ ലഘു തഗണം.
അപ്പോൾ ആദ്യത്തെ ജഗണം വന്നു, പിന്നെ തഗണം വന്നു. ഇനി പി ത ത്വ. പി എന്നത് ഹ്രസ്വമായ ഇകാരമാണ്, അത് സ്വരമാണ്, അവിടെ ലഘുവാണ് വരിക. ത ദീർഘമാണ്, മാത്രമല്ല അത് കഴിഞ്ഞ് വരുന്ന അക്ഷരം സംയുക്താക്ഷരമാണ്. എന്നിങ്ങനെ 2 നിയമം കൊണ്ട് തായുടെ മുകളിൽ ഗുരു. പിന്നെ ഈ പറയുന്നത് പോലെ ത്വ എന്നതിലെ ഹ്രസ്വ സ്വരാക്ഷരത്തിന്, അതായത് അകാരത്തിന് ലഘു. അങ്ങനെ മധ്യ ഗുരു എന്തായി? ജഗണം അല്ലേ? പിന്നെ അവസാനം മേ വ ആണ്. മേ എന്നുള്ളത് സ്വാഭാവികമായിട്ടും ദീർഘമാണ്, അത് ഗുരു തന്നെയാണ്. പിന്നെ വ, അവിടെ എല്ലാവർക്കും സംശയം വരും. വ എന്നത് ഹ്രസ്വമല്ലേ, അവിടെ ലഘുവല്ലേ വരേണ്ടത്, അതെങ്ങനെ ഗുരുവാകും എന്നെല്ലാം സംശയം വരും. അപ്പോൾ നമുക്ക് നമ്മുടെ ആചാര്യന്മാർ പറയുന്നുണ്ട്, ഈ അവസാനം വരുന്ന, അതായത് ലഘുവായിട്ടുള്ള അക്ഷരങ്ങൾ വൃത്തത്തിൻ്റെ നിയമമനുസരിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അവയെ, അല്ലെങ്കിൽ ആ ഹ്രസ്വ അക്ഷരത്തെ ദീർഘമായി നമുക്ക് എഴുതാം എന്നൊരു നിയമം കൂടി ആചാര്യന്മാർ പറയുന്നുണ്ട്. അതുകൊണ്ട് മേ വ എന്നീ 2 ഭാഗങ്ങളിലും ഗുരുവായി നമുക്ക് സ്വീകരിക്കാം. ഓക്കെ, അങ്ങനെ അവസാനം വരുന്ന ഹ്രസ്വമായ അക്ഷരത്തെ ആവശ്യമെങ്കിൽ ഗുരുവാക്കാം, ലഘുവിനെ ഗുരുവാക്കി എഴുതാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ പറയുക, ഈ ഒരു ലൈനിൽ മാത്രമേ ഞാൻ നിയമങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ള ലൈനുകളെല്ലാം തന്നെ സ്വയം ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ധന്യവാദ.